പിണറായി വിജയനെ പരസ്യമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ ചാനൽ. അവർ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല, പിണറായി വിജയൻ്റെ കാലടിപ്പാടുകൾ പിന്തുടരുന്ന ആൾക്കാരും കൂടെയാണ്. പിണറായി വിജയൻ വലിയൊരു വ്യവഹാരിയാണെന്നറിയാമല്ലോ. കേസിൻ്റെ ഒരു ഹരമാണ് പുള്ളിക്ക്. കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അങ്ങ് ഇറങ്ങും, പിന്നെ സുപ്രീം കോടതി ചെന്ന് നിൽക്കുകയുള്ളൂ. ഏകദേശം ഇതുപോലെയാണ് റിപ്പോർട്ടർ ചാനൽ. റിപ്പോർട്ടർ ചാനൽ കേസ് കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഷാജൻ സ്കറിയാണ് അവരുടെ ടാർഗറ്റ്. പല ടാർഗറ്റിൽ ഒന്നെന്ന് വിചാരിച്ചാൽ മതി. എല്ലാ ചാനലുകളെയും അവർ ടാർഗറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം. ഞാനൊരു വീഡിയോയും ചെയ്തിരുന്നു, ഓർക്കുന്നുണ്ടല്ല. ഇവർ ബാംഗ്ലൂരിലെ ഒരു സിറ്റി സിവിൽ കോർട്ടിൽ പോയിട്ട് സകല ചാനലുകൾക്ക് എതിരെ കേസ് കൊടുത്തു. സകല ചാനലുകളിലും അവരെപ്പറ്റി വന്ന സകല വാർത്തയും എടുത്ത് കളയണം എന്നുള്ളതായിരുന്നു ആവശ്യം. സിറ്റി സിവിൽ കോർട്ട് ഏതാണെന്ന് നോക്കാതെ താൽക്കാലികമായിട്ട് എല്ലാ പ്രസിദ്ധീകരണങ്ങളുടെയും വാർത്തകൾ അങ്ങ് എടുത്തു കളയാൻ പറഞ്ഞു. കൂട്ടത്തിൽ പാവപ്പെട്ട പത്രികയുടെ ഒരു വീഡിയോയും പെട്ടിരുന്നു. ഇവരതൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അവിടെ. പത്രിക അന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല, അതുകൊണ്ട് വളരെ വേഗം ഒന്ന് റിഫ്രഷ് ചെയ്യാം. പത്രികയിൽ ഞാൻ ഇവരുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടല്ലോ റിപ്പോർട്ടർ ചാനലിൽ, അതിനെ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഇവർക്ക് മാനനഷ്ടം ഉണ്ടാകുന്ന കാര്യമൊന്നുമില്ല. അതിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലെന്നും ഒക്കെ പറഞ്ഞിട്ട് എൻ്റേതായ ശൈലിയിലുള്ള ഒരു വിമർശനമാണ്. ഏതായാലും കോടതിയുടെ ഇഞ്ചക്ഷനാണ്. അതവർ യൂട്യൂബിന് അയച്ചു കൊടുത്തു. യൂട്യൂബ് പത്രികയിൽ നിന്ന് ആ വീഡിയോ എടുത്തു മാറ്റി. അപ്പോൾ പത്രികക്കാരെന്നോട് ചോദിച്ചു, ചേട്ടാ ഇങ്ങനെയാണ്, എന്താ ചെയ്യുക, കോടതിയാണ്. ഞാൻ പറഞ്ഞു, ഒന്നും മിണ്ടണ്ട, അതങ്ങ് പൊക്കോട്ടെ. എന്ത് കാര്യം ഇത്, ഒരു വീഡിയോ എടുത്ത് കളഞ്ഞെങ്കിൽ പോട്ടെ, നമുക്കതിൻ്റെ പിന്നാലെ തൂങ്ങാൻ പറ്റില്ല. പക്ഷേ മറ്റ് ചാനലുകാർ അങ്ങനെയല്ല. മനോരമ കർണാടക ഹൈക്കോടതിയിൽ പോയിട്ട് ഒരു സ്റ്റേ ഓർഡർ മേടിച്ചു. ഏഷ്യാനെറ്റ് അതേ കോടതിയിൽ ഫൈറ്റ് ചെയ്തു. കോടതി അപ്പോഴാണ് ഹർജി സീരിയസ് ആയിട്ട് പരിശോധിക്കാൻ. അയ്യോ, ഇങ്ങനെയൊക്കെ ഞാനിത് ഇത്രയൊന്നും ആലോചിച്ചില്ല, ഒരു ഇഞ്ചക്ഷൻ ഓർഡറങ്ങ് അടിച്ചതാണ് പറഞ്ഞിട്ട് എല്ലാം നേരെ തിരിച്ചാക്കി. റിപ്പോർട്ടർ ചാനലിൻ്റെ വക്കീലന്മാരെ എടുത്ത് ആറഞ്ചം കുടഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നൊരു ഹർജി തന്നതാണ്, ഞങ്ങൾ നിരപരാധികളാണ് എന്നൊക്കെ പറഞ്ഞ് 10,000 രൂപ പിഴയും ഇട്ടു ബാംഗ്ലൂർ ഹൈക്കോടതി. പക്ഷേ റിപ്പോർട്ടർ ചാനൽ ഇവിടെ ഒന്നും നിൽക്കാൻ തയ്യാറല്ല. അവർ ഷാജൻ സ്കറിയയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്തു കേരള ഹൈക്കോടതിയിൽ. 3 പേരും കൂടെയാണ്. ആ ഹർജിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാനനഷ്ടം ഉണ്ടായി എന്നൊരു കണ്ടൻ്റ് അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ലിങ്കാണ് തെളിവായിട്ട് ഹൈക്കോടതിയിൽ. റിട്ട് പെറ്റീഷൻ ആയതുകൊണ്ട് ഈ തെളിവുകൾ അവരതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നില്ല. തെളിവിൻ്റെ ആ സീരിയൽ നമ്പർ അവർ പറയും, അത് വിധിയുടെ കൂടെ നമുക്ക് കിട്ടുകയുമില്ല. അല്ലെങ്കിൽ പിന്നെ ഹൈക്കോടതി പോയിട്ട് സർട്ടിഫൈഡ് കോപ്പി എടുക്കാനൊക്കെ പോകണം, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഏതായാലും അവർക്ക് മാനനഷ്ടം വന്നു. ആർക്ക്? 3 പേർക്കാണ്. മിസ്റ്റർ ആൻറ്റോ അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, 3 പേർക്ക് മാനനഷ്ടമുണ്ടായി. അപ്പോൾ സാധനം ഈ മുട്ടിൽ മരമുറി കേസായിരിക്കണം. അതേപ്പറ്റിയാണ് നിരന്തരം ഷാജൻ സ്കറിയ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർ ഈ കേസ് വന്നത് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ്റെ ബെഞ്ചിലാണ്. അദ്ദേഹം ഈ 22-ാം തീയതി മെയ് 22-ന് അദ്ദേഹം ഓർഡർ ഇട്ടു. 48 പേജുണ്ട് ഓർഡറിന്. ഇപ്പോൾ ഈ 48 പേജും പ്രിൻ്റ് ഔട്ട് എടുത്ത് വിഷമിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കമ്പ്യൂട്ടറിൽ നോക്കി ഇത് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ എന്നിട്ട് പ്രതികൾ യൂണിയൻ ഓഫ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ IT വകുപ്പ്, പിന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ IT വകുപ്പ്, പിന്നെ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ഈ 2 വകുപ്പുകൾ. അവരാണ് 1-ാം എതിർകക്ഷി, 2-ാം എതിർകക്ഷി, 3, 4, 5 എതിർകക്ഷികൾ ഗൂഗിളും യൂട്യൂബും ഒക്കെയാണ്. 6-ാമത്തെ കക്ഷി
ടൈഡിങ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, അതാണ് ഷാജൻ സ്കറിയ കമ്പനി. ടൈഡിങ് ഡിജിറ്റൽ പബ്ലിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അതാണ് ഷാജൻ്റെ കമ്പനി. 7ാം എതിർകക്ഷിയായിട്ട് ഷാജൻ തന്നെ, ഷാജൻ സ്കറിയ, 52 വയസ്സ്, ഡയറക്ടർ, ടൈഡിങ്സ് ഡിജിറ്റൽ പബ്ലിക്കേഷൻസ്, ഹാവിങ് ഇറ്റ്സ് ഓഫീസ് എന്നൊക്കെ, ഓഫീസ് അഡ്രസ്സ്, വീട്ടഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഗൂഗിളിനോട് ഈ വീഡിയോസ് എല്ലാം എടുത്ത് കളയണമെന്ന് പറഞ്ഞു. മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ 3 പേരും പരാതിക്കാരായിട്ട് വന്നിരിക്കുന്ന സ്ഥിതിക്ക് മുട്ടിൽ മരമുറി കേസായിരിക്കണം. റിപ്പോർട്ടർ ചാനലിലെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഈ ഇങ്ങേര് ആദ്യം പറഞ്ഞ ആരാണ്, ആൻറ്റോ അഗസ്റ്റിനല്ലേ, ആൻറ്റോ അഗസ്റ്റിൻ മാത്രമല്ലേ വരുള്ളൂ. ബാക്കി 2 സഹോദരന്മാർ റിപ്പോർട്ടർ ചാനലുമായിട്ട് അങ്ങനെ ബന്ധമുള്ളതായിട്ട് എനിക്കറിവില്ല. അപ്പോൾ ഈ സാധനം മുട്ടിൽ മരമുറി കേസാണ്. അപ്പോൾ അതിൽ ധാരാളം വീഡിയോ ഷാജൻ സ്കറിയ ചെയ്തിട്ടുണ്ട്, ചിലതൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് അവർക്ക് മാനനഷ്ടം ഉണ്ടാക്കി. അതുകൊണ്ട് ഷാജൻ സ്കറിയയുടെ വീഡിയോ കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഗൂഗിളിനോട് പറഞ്ഞ് യൂട്യൂബിൽ നിന്ന് എടുത്തു കളയിക്കുകയും 10 കോടി രൂപ നഷ്ടപരിഹാരം വാങ്ങിച്ചു തരികയും വേണം എന്ന് പറഞ്ഞിട്ട് ഇവർ കേന്ദ്ര സർക്കാരിന് ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തു. കേന്ദ്ര സർക്കാർ അനങ്ങിയില്ല. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ ഇവർ റിട്ട് പെറ്റീഷനുമായിട്ട് വരും. ഇതാണ് ഇതിനകത്തെ കളി. സാധാരണഗതിയിൽ മാനനഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കീഴ്ക്കോടതിയിലാണ് പോകേണ്ടത്, ഡിഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്യാൻ. അതല്ലാതെ നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റില്ല. റിട്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സർക്കാരിനെതിരെയാണ് കൊടുക്കുന്ന കേസിനാണ് റിട്ട് എന്ന് പറയുന്നത്. ഇവിടെ സർക്കാരിനെതിരെ കേസ് ഉണ്ടാക്കാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ സ്വകാര്യ ആവശ്യം ഇദ്ദേഹം സർക്കാരിനെ അറിയിക്കുകയും അത് സർക്കാർ നടത്തി തന്നില്ല എന്ന് പറഞ്ഞിട്ട് റിട്ട് പെറ്റീഷനാക്കുകയും, അപ്പോൾ സർക്കാരിനെതിരെയല്ലേ കേസ്, അപ്പോൾ റിട്ട് പെറ്റീഷൻ. കേന്ദ്ര സർക്കാർ പറഞ്ഞു ഇയാൾക്ക് 10 കോടി രൂപ നഷ്ടപരിഹാരം മേടിച്ചു കൊടുക്കാനൊന്നും ഞങ്ങൾക്ക് വകുപ്പില്ല, അതുകൊണ്ട് ഞങ്ങൾ മറുപടിയൊന്നും കൊടുത്തില്ല. പിന്നെ എന്തോ ഇയാളുടെ വീഡിയോ എടുത്ത് കളയണം, അത് ഇതൊക്കെ. ഈ വീഡിയോ എടുത്ത് കളയുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നിയമപരമായിട്ട് കേന്ദ്ര സർക്കാരിനെ എടുത്തു കളയാൻ പറ്റില്ല. ഒരു കോടതി വിധി വേണം, അല്ലെങ്കിൽ പോലീസിൻ്റെ FIR വേണം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ഇഷ്ടപ്പെടാത്തൊരു വീഡിയോ ഉണ്ടെന്ന് വെച്ചു, അവർ ചെയ്യുന്നത് ഏതെങ്കിലും പോലീസിനെ കൊണ്ട്, മിക്കവാറും ഡൽഹി പോലീസായിരിക്കും, ഒരു FIR ഇടിയിച്ചിട്ട് ആ FIRൻ്റെ ബേസിസിൽ ഗൂഗിളിനോട് ആവശ്യപ്പെടുമ്പോൾ അവർ എടുത്തു കളയും. ഗൂഗിളും കോടതിയിൽ ഇത് തന്നെ പറഞ്ഞു. വെറുതെ ഒരാൾ മാനനഷ്ടം ഉണ്ടായെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളുടെ വീഡിയോ ഞങ്ങൾ എടുത്ത് കളയില്ല, ഞങ്ങൾക്കറിയില്ല ഇതിൽ മാനനഷ്ടമുണ്ടോ, മാനമുണ്ടോ, നഷ്ടമുണ്ടോ, ഇതൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ലീഗൽ അതോറിറ്റി പറയണം, ഒരു കോർട്ട് ഓഫ് ലോ അല്ലെങ്കിൽ എൻക്വയറി ഓഫീസർ അവരുടെ ലെറ്റർ ഹെഡിൽ ഞങ്ങൾക്ക് ഇമെയിൽ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യും, ഡൗൺലോഡല്ല ബ്ലോക്ക് ചെയ്യും. ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. അല്ല നമുക്കിങ്ങനെ വെറുതെ ഒരാൾ പരാതി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹൈക്കോടതി കേന്ദ്ര സർക്കാരിൻ്റെയും ഈ ഗൂഗിളിൻ്റെയും, ഗൂഗിളാണ് യൂട്യൂബിൻ്റെ ഉടമസ്ഥന്മാർ, ഇവരുടെ വാദം അംഗീകരിച്ചു. ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾക്ക് ഡിഫമേഷൻ ഇങ്ങനെ പല രീതിയിൽ ചുറ്റി വളഞ്ഞ് ഹൈക്കോടതിയിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഇവർ ചെയ്തത് IPCയിലെ വകുപ്പ്, BNSലെ വകുപ്പ്, IT ആക്റ്റിലെ വകുപ്പ്, കേബിൾ TV ഓപ്പറേറ്റേഴ്സിനുള്ള കോഡ് ഉണ്ട്, അതിലെ വകുപ്പ്, ഇതൊക്കെയാണ് ഇവർ കൊണ്ടുവന്നത്. കോടതി പറഞ്ഞു ഇതൊന്നും ഈ കേസിന് ബാധകമില്ല. നിങ്ങളുടെ പരാതി ജെനുവിനായിരിക്കാം, പക്ഷേ നിങ്ങൾ വരേണ്ടത് ഇവിടെ അല്ല. ഡിഫമേഷൻ സ്യൂട്ടുമായിട്ട് ലോവർ കോർട്ടിൽ ഇവർ പോകണം. അപ്പോൾ ഇവർ ഷാജൻ സ്കറിയയ്ക്കെതിരെ തന്നെയാണ് യൂസഫ് അലി ഫയൽ ചെയ്തൊരു കേസുണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ. അതിൽ യൂസഫ് അലി ജയിച്ചു. യൂസഫ് അലിയെ പറ്റി പിന്നീട് ഷാജൻ വീഡിയോ ചെയ്യാറില്ല. ചെയ്ത വീഡിയോ മുഴുവൻ ഷാജൻ പിൻവലിക്കുകയും ചെയ്തു. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണില്ല. ഷാജൻ സ്കറിയ ഇപ്പോൾ യൂസഫ് അലിയെ പറ്റി ഒരു അക്ഷരം മിണ്ടില്ല, കാരണം ഡൽഹി ഹൈക്കോടതിയുടെ വിധിയാണ്. അപ്പോൾ അങ്ങനെ ഡൽഹി ഹൈക്കോടതി ഇതിൽ ഇടപെട്ടിരുന്നു, അതുകൊണ്ട് കേരള ഹൈക്കോടതിയും ഇടപെടണം. ഇതായി റിപ്പോർട്ടർ ചാനലിൻ്റെ ആവശ്യം.
പക്ഷേ കോടതി പറഞ്ഞു, ഡൽഹി ഹൈക്കോടതി ഇടപെട്ടു എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷേ അത് സിവിൽ ഒറിജിനൽ ജൂറിസ്ഡിക്ഷനിൽ കൊടുത്ത ഒറിജിനൽ പെറ്റീഷനാണ്. അങ്ങനെ ഒരു പെറ്റീഷൻ കൊടുക്കാൻ നിങ്ങളിത് വന്നിരിക്കുന്നത് റിട്ട് പെറ്റീഷനായിട്ടാണ്, വിച്ച് ഈസ് അഗൻസ്റ്റ് ദ ഗവൺമെൻറ്. യൂസഫ് അലി അങ്ങനെയല്ല ചെയ്തത്, ഗവൺമെൻറ്റിനെ ഒന്നും ഇൻവോൾവ് ചെയ്തില്ല. യൂസഫ് അലി നേരെ ഷാജൻ സ്കറിയയ്ക്കെതിരെ ഒറിജിനൽ സ്യൂട്ട് ഫയൽ ചെയ്തു. ഒറിജിനൽ സ്യൂട്ട്, അപ്പോൾ ഡിഫമേഷൻ സ്യൂട്ടാണെങ്കിൽ ലോവർ കോർട്ടിൽ പോകേണ്ടതാണ്. പക്ഷേ നഷ്ടപരിഹാരം കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളൊരു 100 കോടി രൂപ നഷ്ടപരിഹാരം ചോദിക്കുന്നു, നിങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്നാണ് എൻ്റെ ധാരണ. ഇത്തരം കാര്യങ്ങളിൽ എതിരഭിപ്രായമുള്ള ധാരാളം വക്കീലന്മാരും റിട്ടയർഡ് ജഡ്ജിമാരും ഒക്കെ ഉണ്ട്, ഇങ്ങനെ ചെയ്തുകൂടാന്നൊക്കെ. ഏതായാലും ഡൽഹി ഹൈക്കോടതി അത് ചെയ്തു. അങ്ങനെയാണ് യൂസഫ് അലി ജയിച്ചത്. അതുകൊണ്ട് യൂസഫ് അലിയെ പറ്റി ഇപ്പോൾ ഒരു വീഡിയോയും ചെയ്യാൻ ഷാജൻ സ്കറിയയ്ക്ക് സാധിക്കുന്നില്ല. അപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ആ പോയിൻറ്റും ഫെയിലായി. അങ്ങനെ ഹൈക്കോടതി പറഞ്ഞു, നിങ്ങളുടെ ഹർജി ഞങ്ങൾ ഡിസ്മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഷാജൻ സ്കറിയ ജയിച്ചു, റിപ്പോർട്ടർ ചാനൽ തോറ്റു. അഥവാ ആൻറ്റോ അഗസ്റ്റിൻ, ജോസൂട്ടി അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ എന്നിവർ തോറ്റു. എനിക്ക് ഈ അഗസ്റ്റിൻ ബ്രദേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങളിങ്ങനത്തെ കേസുമൊക്കെ ആയിട്ട് നടക്കരുത്. ഇതൊന്നും മാന്യതയ്ക്ക് യോജിച്ച കാര്യമില്ല. ലോവർ കോർട്ടിൽ നിങ്ങൾക്ക് പോകാൻ പറ്റാത്തത് എന്താ? ലോവർ കോർട്ടിലും പോകാമല്ലോ, നിങ്ങൾ പോകുന്നില്ല. അതിന് കാര്യം എന്താണെന്നറിയാമോ? ഇതിലൊരു കെണിയുണ്ട്. മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നൊക്കെ എല്ലാവരും പറയും, പക്ഷേ സാധാരണ ആരും ഫയൽ ചെയ്യാറില്ല. എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മാനമുണ്ട് എന്ന് തെളിയിക്കേണ്ടി വരും. അത് മറ്റേ ആർക്കെതിരെയാണോ നിങ്ങൾ കേസ് കൊടുത്തത് അയാൾക്കിത് വാദിക്കാൻ പറ്റും, നിങ്ങൾക്ക് മാനമില്ല എന്ന്. അപ്പോൾ ഈ അഗസ്റ്റിൻ സഹോദരന്മാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവരുടെ പേരിൽ ഒരു മുട്ടിൽ മരമുറി കേസുണ്ട്. അവർ മരം മുറിച്ചതല്ലയോ, അതിൽ കള്ളത്തരമുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല, പക്ഷെ കേസുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്രിമിനൽ കേസിൽ പ്രതിയായിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് 100 കോടി രൂപയുടെ മാനനഷ്ടം ഉണ്ടായി നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റും? എന്ത് മാനമാണ്? നിങ്ങളെ പോലീസും പിടിച്ച് ജയിലിൽ വിട്ട് ജാമ്യത്തിലിറങ്ങി നിൽക്കുന്ന മനുഷ്യന് എന്ത് മാനം? ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ മാനത്തിനൊരു 100 രൂപ വിലയുണ്ടെന്ന് ഞാൻ സമ്മതിക്കാം, ദേ പിടിച്ചോ 100 രൂപ എന്നൊക്കെ പറയും കോടതിയിൽ വാദത്തിൻ്റെ ഇടയ്ക്ക്. വലിയ നാണക്കേടാണ്. എനിക്ക് നാണക്കേടായി എന്ന് നമ്മൾ കോടതിയിൽ പോയി പറഞ്ഞാൽ ഇയാൾക്ക് പണ്ടേ നാണമില്ല എന്ന് മറ്റേ ആൾക്ക് വാദിക്കാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ സമാധാനം പറയേണ്ടി വരും. ഇതുകൊണ്ടാണ് നിങ്ങൾ കാണുന്നില്ലേ, ഈ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, ഇവരൊക്കെ ആരൊക്കെ എന്തെല്ലാം ചീത്തയൊക്കെ പറയുന്നു. അവരാരും കോടതിയിൽ പോവില്ല. കാരണം പോയാൽ വീണ്ടും മാനം പോകും. അതാണ്, മാനമുണ്ടെന്ന് തെളിയിക്കുന്ന തത്രപ്പാടിൽ ഉള്ള മാനം കൂടെ നഷ്ടപ്പെടും. ഈ കുരുക്കിലാണ് അഗസ്റ്റിൻ സഹോദരന്മാരും പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താ, ഇങ്ങനെ കുരുക്ക് എല്ലാവർക്കും വരാറുണ്ട്. എൻ്റെ പേരിൽ ഒരു കേസ് വന്നു, മോഹൻദാസിൻ്റെ പേരിൽ കേസുണ്ടെന്ന് നിങ്ങൾ പറയും. ഏതെങ്കിലും ഒരു സ്ത്രീയാണ് കേസ് കൊടുത്തതെങ്കിൽ സ്ത്രീ വിഷയത്തിലാണ് കേസെന്ന് നിങ്ങൾ പറയും. ഞാൻ ചെയ്യേണ്ടത് എന്താ? മിണ്ടാതിരിക്കുക. മിണ്ടാതിരുന്നാൽ മാനം വേണമെങ്കിൽ മൗനം വേണമെന്ന് പറയുമല്ലോ, അങ്ങനെ മിണ്ടാതിരുന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. അതല്ലാതെ നിങ്ങൾ മിണ്ടിയാൽ നിങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാകും. അതാണ് മാനനഷ്ട കേസിൻ്റെ പ്രത്യേകത. ഇതുകൊണ്ട് സാധാരണ മാനമുള്ളവരാരും തന്നെ മാനനഷ്ട കേസുമായിട്ട് പോകാറൊന്നുമില്ല. അതേസമയം ഒരു നോട്ടീസ് അയച്ചിട്ട് പ്രസിദ്ധപ്പെടുത്തും. അത് കണ്ടില്ല, ഞാൻ നിയമ നടപടി എടുക്കാൻ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്ന് പറയും. കുറച്ച് ദിവസം കഴിയുമ്പോൾ വക്കീൽ നോട്ടീസിന് എന്ത് പറ്റി, ഇങ്ങനെ കേസ് ഫയൽ ചെയ്തോ, ഇതൊക്കെ ആരെങ്കിലും അന്വേഷണം നടക്കും? ഒന്നുമില്ല. ആരെങ്കിലും ചോദിച്ചപ്പോൾ പറയും, കേസ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നും പറയാം. അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാം എന്നുള്ളതല്ലാതെ സീരിയസ് ആയിട്ട് കോടതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരം കുഴപ്പം പിടിച്ച കാര്യങ്ങളൊക്കെ ഉത്തരം പറയേണ്ടി വരും. അങ്ങനെ ഒരിക്കൽ നമ്മളുടെ MA ബേബി പോയി ചാടിയതാണ്. പോയി പെട്ടത് നമ്മളുടെ ക്രൈം നന്ദകുമാറിൻ്റെ കയ്യിലാണ്. മാനനഷ്ട കേസുമായിട്ട് ക്രൈം നന്ദകുമാർ ഇയാളെ വിസ്തരിച്ച് നശിപ്പിച്ച് കളഞ്ഞു. പാവം MA ബേബിയുടെ പഴയകാല പ്രവൃത്തികൾ മുഴുവൻ കുഴിച്ച് പുറത്ത്. മനുഷ്യരല്ലേ, എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കാണിച്ച് കാണുമല്ലോ.
നമ്മളതൊക്കെ ചെറുപ്പത്തിൽ സംഭവിച്ച ചില കുഴപ്പങ്ങളായിട്ട് നമ്മളതങ്ങ് വിടുന്നു. ഈ ചെയ്ത ആളും വിടും, നാട്ടുകാരും വിടും, എല്ലാവരും വിടും, മറക്കും. പക്ഷേ ഈ മാനനഷ്ട കേസ് വന്നു കഴിയുമ്പോൾ ഇതെല്ലാം തോണ്ടിയെടുക്കും. ഈ മാനനഷ്ട കേസ് വരുന്നു എന്ന് കാണുമ്പോൾ തന്നെ മറ്റവൻ തയ്യാറെടുക്കുമല്ലോ. ഇവൻ്റെ ചരിത്രം, ജാതകം മുഴുവൻ അവൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്തു, അവിടെ ഇങ്ങനെ ചെയ്തു, മറ്റേ കേസിൽ പിടിച്ചു, ഇവിടെ മതിൽ ചാടി, മറ്റിടത്ത് വേലി ചാടി എന്നൊക്കെ പറഞ്ഞില്ലാത്തതും ഉള്ളതുമായ സംഗതികൾ മുഴുവൻ തപ്പിയെടുക്കും. അത് വലിയ കുഴപ്പമാകും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട അഗസ്റ്റിൻ സഹോദരന്മാർ, നിങ്ങൾ ഈ കേസിനും കുപ്പുക്കാരനൊന്നും പോകാതിരിക്കുക. മാന്യമായിട്ട് നിങ്ങളുടെ ചാനൽ നടത്തുക. ഈ റിപ്പോർട്ടർ ചാനലിനെ പറ്റി വേറൊരു പരാതി ഹൈക്കോടതിയിൽ കിടപ്പുണ്ട്. സാബു ജേക്കബ് കൊടുത്തതാണ്, ലൈസൻസ് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. അതിൻ്റെ തീർപ്പായിട്ടില്ല. അതിനിപ്പോൾ എങ്ങനെ തീരുമെന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ അനാവശ്യമായിട്ട് വെറുതെ മെക്കിട്ട് കയറി കേസ് കൊടുത്ത് അതിൽ തട്ട് വാങ്ങേണ്ട വല്ല കാര്യവും റിപ്പോർട്ടറിനുണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ ന്യായമായിട്ട് ഇല്ല എന്നാണ് ഉത്തരം. പക്ഷേ റിപ്പോർട്ടർ ഒരു വ്യവഹാരിയുടെ സ്വഭാവമുള്ളവരായതുകൊണ്ട് അങ്ങനെയല്ല, ഞങ്ങളിത് വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയും. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞാൽ അരുൺകുമാറും കൂടെയുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പത്രികയിലെ മീറ്റ് ദ എഡിറ്റേഴ്സിനെ വിമർശിച്ചുള്ള വീഡിയോ എടുത്തു കളഞ്ഞത്. ഈ അഗസ്റ്റിൻ ബ്രദേഴ്സിന് അതിൽ താല്പര്യം ഉണ്ടായിട്ടൊന്നുമില്ല, അവരത് കണ്ടിട്ടുമില്ല. അരുൺകുമാറിനെ കളിയാക്കുകയോ കുറ്റം പറയുകയോ എന്താണ് ഞാനതിൽ പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും മാനനഷ്ടം ഉണ്ടാക്കുന്ന കാര്യമൊന്നും ഞാൻ ആരെ പറ്റിയും പറയാറില്ല. അതുകൊണ്ട് ആ വീഡിയോയിൽ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞിട്ട് ഒരു വാശി തോന്നിട്ട് കേസ് അങ്ങനെയാണ്. ഞാനിത് ഈ കേസിൻ്റെ പരിപാടിയും സംഗതിയൊക്കെ അറിയാവുന്നതുകൊണ്ടും ഇതിനൊന്നും പോകാനുള്ള കാശ് എൻ്റെ കയ്യിലോ പത്രികയുടെ കയ്യിലോ ഇല്ലാത്തതുകൊണ്ടും ഞാനത് തൊലയട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ആ കേസ് ഫൈനലി ഇവർക്ക് എതിരായിട്ട് വരികയും 10,000 രൂപ ഇവരെ കൊണ്ട് പഴിയടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വേണമെങ്കിൽ വീണ്ടും ആ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ ഞാനതിന് മെനക്കെട്ടില്ല. പത്രികയോട് ഞാൻ പറഞ്ഞു പോയത് പോട്ടെ, ഇനിയിപ്പോൾ അത് തപ്പിയെടുത്തിട്ട് രണ്ടാമത് അപ്ലോഡ് ചെയ്ത് ആര് മുമ്പിലും മസിൽ പഠിപ്പിക്കാനാണ്? ഇതൊക്കെ നിസ്സാര സംഗതിയല്ലേ എന്നേ. അതുകൊണ്ട് ഞാനും അത് വിട്ടു, പത്രികയും അത് വിട്ടു. അതുപോലെ അരുൺകുമാറും അഗസ്റ്റിൻ ബ്രദേഴ്സും ഒക്കെ ഇതുപോലത്തെ കേസുകളൊക്കെ വിടുന്നതാണ് നിങ്ങൾക്ക് മാനത്തിന് നല്ലത്. അതല്ല നിങ്ങൾ കേസ് കൊടുത്ത് തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ ശരി, ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ട്. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? വല്ലതും ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്കും ഇവിടെ വെച്ച് ഈ വിഷയം വിടാം. താങ്ക് യു.